സാഹിത്യോത്സവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിലേക്കാണ് നമ്മളിവിടെ കടന്നു ചെല്ലാൻ പോകുന്നത്. വാല്യുവേഷൻ വിഭാഗത്തിലേക്ക്. നമുക്കറിയാം എല്ലാ സർഗ സൃഷ്ടികളെയും വാല്യുവേഷൻ നടക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ ജഡ്ജ്മെന്റിനോട് നമ്മൾ അതിന്റെ പരിപാടിയുടെ ക്വാളിറ്റിയെ കുറിച്ചും മറ്റും നമുക്കൊരു അഭിപ്രായം ചോദിക്കാം. നമുക്ക് കാണാം ഇവിടെ ഒരുപാട് ജഡ്ജുകൾ നമുക്ക് ഈ പരിപാടികൾ ഓരോ വിഭാഗത്തിന്റെയും ജഡ്ജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം. സാറേ, നമ്മളിപ്പോൾ സ്റ്റേജിൽ നല്ല മത്സരങ്ങൾ, ഇമ്പമേറിയ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മറ്റു സർഗ സൃഷ്ടികളുടെ വാല്യുവേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മത്സരങ്ങളുടെ ഒരു നിലവാരം നിങ്ങൾ കാണുന്നത്? നിങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ വലിയൊരു അവസരമാണല്ലോ. നമ്മൾ പൊതുവെ പ്രവാസികളെ കുറിച്ച്, അല്ലെങ്കിൽ പ്രവാസികളെ കുട്ടികളെ കുറിച്ചൊക്കെ അവരുടെ സർഗാത്മകത പുറത്തേക്ക് എടുക്കാനുള്ള അവസരങ്ങളില്ല, 4 ചുവരുകൾക്കുള്ളിൽ എന്നൊക്കെ സാധാരണ സ്ഥിരം പറഞ്ഞ ചില പല്ലവികളുണ്ടല്ലോ. അതിനൊക്കെ അപ്പുറം കുട്ടികൾക്ക്, മത്സരാർത്ഥികൾക്ക് അവസരം ലഭിക്കുകയും അവരുടെ സർഗ കഴിവുകളെ തെളിയിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ വളരെ മികച്ച സൃഷ്ടികളാണ് പലപ്പോഴും നമ്മളെ കൈകളിൽ വരുന്നത്. പ്രത്യേകിച്ച് സാഹിത്യോത്സവം നമ്മൾ തിരഞ്ഞെടുത്ത ഇനങ്ങൾ, അതിൻ്റെ വെറൈറ്റി, ധാരാളം വ്യത്യസ്തത, അതിൻ്റെ വൈപുല്യം, അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ നമ്മൾ മത്സരത്തിന് കൊടുക്കുന്ന വിഷയങ്ങൾ, ഇനങ്ങളും, ഇപ്പോൾ നമ്മൾ ഒരു എസ്സേ കൊടുക്കുകയാണ്, ഒരു കവിതയ്ക്കൊരു സബ്ജക്റ്റ് കൊടുക്കുകയാണ്, അപ്പോൾ ഹൈക്കൂവിനൊരു സബ്ജക്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന ആ സബ്ജക്റ്റിനെ പ്രതി അവർ എഴുതുന്ന അവരുടെ സർഗസൃഷ്ടികൾ വളരെ മികച്ച സൃഷ്ടികൾ. പ്രത്യേകിച്ച് ചില കവിതകളും ചില ലേഖനങ്ങളൊക്കെ ജഡ്ജസ് അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുകയും അത് പ്രസിദ്ധീകരിക്കണം എന്നിവരെ, വേദിയിൽ വെച്ചത് വായിക്കണം, പാടണം എന്നിവരെ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സർഗധനരായ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ കഴിവുകൾ, അത്രയും മികച്ച സൃഷ്ടികൾ ലഭിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. യഥാർത്ഥത്തിൽ വളരെ ആഘോഷപൂർവ്വം, സന്തോഷപൂർവ്വം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാഹിത്യോത്സവം പ്രത്യേകിച്ച് പ്രവാസ സാഹചര്യം കൂടെ വെച്ച് നോക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സാഹിത്യോത്സവമാണ്. ഇപ്പോൾ 15ാമത് വർഷമാണ്. സാറിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജികളാണ് ഇതൊക്കെ നമ്മുടെ മാർക്കൊക്കെ ഇട്ട് വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ പ്രാവശ്യമുള്ള കലാസൃഷ്ടികളിൽ വലിയ മാറ്റങ്ങൾ, അതിൻ്റെ നിലവാരത്തിലുണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണ് സാർ നോക്കുകയാണ്? എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് 16 വർഷമായി. അതിൽ ഈ 15 വർഷവും സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രമേയം എന്ന് പറയുന്ന മനുഷ്യൻ കലാസഞ്ചാരം, ആ വിഷയത്തെ അങ്ങേയറ്റം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രകടനമാണ് ഈ മത്സരാർത്ഥികൾ ഓരോരുത്തരും ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് കവിതയായിക്കോട്ടെ, പ്രസംഗമായിക്കോട്ടെ, ഹൈക്കു ആയിക്കോട്ടെ, എല്ലായിടത്തും മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം നമുക്ക് കാണാൻ സാധിക്കും. മാനുഷിക മൂല്യങ്ങളെ, നന്മയെ എത്രത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾ ഹൃദയത്തിൽ ആവാഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ രാവിലെ എത്തിയത് മുതൽ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ മത്സരങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള മനുഷ്യരുടെ ഒരു ചേർത്ത് പിടിക്കൽ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ഇടമാണ്. മത്സരങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവസാനിക്കും, പക്ഷേ ഇവിടെ അവശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ചേർത്ത് പിടിക്കലാണ്. അത് എന്നും തുടരുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, ഈ ഒരു റിസാല സ്റ്റഡി സർക്കിള് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ, കലയുടെ ഒരു പൂന്തോട്ടം ഒരുക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു നന്മയുടെ മണമുണ്ട്. അത് ഈ സാഹിത്യോത്സവം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയാലും ആ മണം എക്കാലത്തും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.